നാരായണ 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 കൃഷ്ണ മുന്ത ജനാർദ്ദന സച്ചിദാനന്ദ ഗോവിന്ദ മാധവ ഗുരുവായൂരപ്പ കൃഷ്ണ മുന്ത ജനാർദ്ദന സച്ചിദാനന്ദ കൃഷ്ണ മുന്ത ജനാർദ്ദന സച്ചിദാനന്ദ. മഹി ഇതെവിടുന്നാ വാങ്ങിയേ? എനിക്ക് അറിഞ്ഞൂടാ ഐശു. ഇതൊരു നടക്ക് തീരുമെന്നൊന്നും തോന്നുന്നില്ല. തീരണമെന്നാ എന്റെ ആഗ്രഹം. നിന്റെ മാത്രമല്ലടാ, നിന്നെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. എന്തിനാ മഹി എപ്പോഴും അപ്പൂപ്പനോട് ഇങ്ങനെ വഴക്കിടുന്നേ? ഞാനല്ലല്ലോ ഐശു, അപ്പൂപ്പനല്ലേ? ഹലോ, ആ പറയടാ. ബീന മിസ്സിന് എന്നെ ഇഷ്ടമല്ല. ഞാൻ എന്ത് പറഞ്ഞാലും നോട്ടി പോയി. നീ കൂടുതലൊന്നും പറയണ്ട. എനിക്കറിയാം അവർക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്. നീ പേടിച്ചാ? ഇതൊക്കെ എന്റെ ഒരു നമ്പറല്ലേ? ഞാൻ പാവാ. മൂത്തവരോട് നമ്മളങ്ങനെ പറഞ്ഞുകൂടാ. എങ്ങനെ പറയാതിരിക്കും? ഞാൻ ഫോൺ ചെയ്ത അപ്പൂപ്പൻ എന്താ? എന്റെ കുഞ്ഞു കിടന്ന് കഷ്ടപ്പെടുക. ആ, അവരിതൊന്നും അറിയുന്നില്ലല്ലോ. മഹി, അതിനകത്ത് ബ്രാലുണ്ടോ? ബ്രാലോ? അതേത് മീൻ? ബ്രാലിനെ അറിയത്തില്ലേ? ഞങ്ങളുടെ വീടിന്റെ അടുത്തേ വലിയൊരു കുളം ഉണ്ട്. ആ കുളത്തിൽ നിറച്ച് ബ്രാല. ഓ, ആ മീനൊന്നും ഇതിനകത്തില്ല ഐശു. എനിക്ക് അതിനൊന്നും ഇഷ്ടമല്ല. പിന്നെ മഹിക്ക് കളിപ്പാട്ട് ഇഷ്ടമാണോ? കളിപ്പാട്ടൊന്നും ഇഷ്ടമല്ല. പിന്നെന്താ മഹിക്ക് ഇഷ്ടം? എനിക്കിഷ്ടം ഐശുനെ. അപ്പൊ അമ്മ അച്ഛനെയോ? അമ്മ അച്ഛനെ ഇഷ്ടമാ. അച്ഛാ, പിള്ളേരെന്തിയേ? ആ, അകത്തുണ്ട്. ആ, മഹിമോൻ പഠിച്ചങ്ങ് ക്ഷീണിച്ചു കാണും. ഹോർലിക്സ് വേണോ ബൂസ്റ്റ് വേണോ? അമ്മ ചുമ്മാ കളിയാക്കല്ലേ. ഐശുവിന്റെ ഒക്കെ ചോര് ഞാൻ പഠിക്കുമായിരുന്നോന്ന്. ഓ, അവൻ പഠിച്ച് സർവജ്ഞ വീട് കയറി. ഇനി അങ്ങ് ഇറങ്ങിയാ മതി. ഈ കിളവനെ ഞാൻ. മഹി വേണ്ട. അപ്പൊ ഐശുവിനില്ലേ? തരട്ടെ, കുടിക്കുവോ? ഇത്തോട്ടാ. കൊട്. എന്താ മോളെ, അപ്പൂപ്പനും മോനായിട്ട് വഴക്കായിരുന്നോ? അച്ഛനുച്ചയ്ക്ക് ചോറ് കഴിച്ചപ്പോ പാവയ്ക്കത്തോനെ എടുത്തില്ലേ? അല്ലെങ്കിലും കയ്പ് മുഴുവൻ എനിക്കുള്ളതാണല്ലോ. എന്റെ ജാനു പോയതോടുകൂടി എന്റെ എല്ലാ മധുരവും പോയി. മഹി, ഇത് ഓഗസ്റ്റ് മാസമല്ല, സെപ്റ്റംബറാ. നീ എന്താ മാറ്റാത്തെ? അത് നീ ഇങ്ങോട്ട് വന്നേ. എന്തോ മഹി, എങ്ങോട്ട് പോവാ? നമുക്ക് അവിടെ പോയിരുന്നാലോ? വാ. ഐശുവിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? എനിക്കിഷ്ടവാ. മഹിക്കോ? എനിക്കും ഇഷ്ടമാ, പക്ഷേ എന്റെ സ്കൂളിൽ കൊള്ളില്ല. പുത്തന്നട ഗവൺമെന്റ് സ്കൂള്, വലിയ കെട്ടിടം, കുറേ കുട്ടികൾ, എപ്പോഴും കളിയും ചിരിയും. എന്ത് രസമായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് രണ്ടുപേർക്കും അവിടെ പോയി പഠിച്ചാലോ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അപ്പുറത്തെ കാർത്തിക് അവിടെ ആ സ്കൂളിലാ പഠിക്കുന്ന. ഐശു, നീ അവനോട് മിണ്ടരുത്. ഇല്ല. നീ നല്ല ഹാപ്പി ആണല്ലോ മോളെ. ഇവൻ ആളും മിടുക്കനാ കേട്ടോ. പക്ഷേ ഒരിച്ചിരി ബേടായ പറച്ചിൽ ഇവന് കൂടുതലാ. മോളിവൻ പറയുന്നതിന്റെ പകുതി വിശ്വസിച്ചാ മതി കേട്ടോ. അമ്മേ, ദേ ഈ അച്ഛൻ. ഞാനങ്ങ് പോയേക്കാമേ. പിന്നെ
അച്ഛനും അമ്മയെ ഭയങ്കര പേടിയാ, പക്ഷെ എനിക്കാരെയും പേടി. മോനെ ആ ജോലി മോളുടെ കൊടുക്ക്, മോള് തൂത്തോളും. മഹിങ്ങിതാ. സ്വപ്നേ, സ്വപ്നേ, ഈ മോളെയാണോ കൊണ്ടുവന്നത്? ആ ചേച്ചി. സ്ഥിരമായിട്ടാണോ? അല്ല ചേച്ചി, ഈ വെക്കേഷന് മാത്രമായിട്ട് അപേക്ഷിച്ചിരുന്നത്. എന്താ മോളുടെ പേര്? ഐശ്വര്യ. ഞങ്ങൾ ഐശു എന്ന് വിളിക്കും. ഹായ് ഐഷു. എത്രയല്ല പഠിക്കുന്നേ? 6ലാ. അവനോട് അങ്ങനെ കൂട്ടുവേണ്ട, അവനാള് ശരിയല്ല. എന്തോ മഹി? വാ. കാർത്തികിന് വേണ്ടേ ഇതുപോലെ ഒരു അനുജിത്തിയെ? വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. ആ സ്വപ്നെ, ഒരു കാര്യം പറയാൻ എന്താ മറന്നുപോയി. ചേച്ചി? നിന്നെ തിരക്കി 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു, ഒരു നീല ബോർഡ് വെച്ച കാറില്. അന്ന് വന്നവരാണോ ചേച്ചി? ഏയ് അവരല്ല, അവരെ എനിക്കറിയാലോ. പിന്നെ ഞാനിവിടെ പറഞ്ഞിട്ടല്ലേ ഈ മോളെ നിനക്ക് കിട്ടിയത്. ആ ഇവിടെ നിർത്തി. ഈ ജ്യേഷ്ഠന്റെ വീട് ഏതാ? അതാ സാറേ വീട്. എന്താ കാര്യം? അവരൊരു കുട്ടിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാ. വാ സാറേ, അകത്തോട്ടിരിക്കാം. വാ സാറേ, കേറിയിരിക്കെ. മോനെ, ഇതകത്തോട്ട് വെക്ക്. ഇങ്ങോട്ട്. സാറേ അതിങ്ങോട്ട് വെച്ചോ. അപ്പോൾ കൊച്ചിനെ കിട്ടാൻ കല്യാണം കഴിക്കണമെന്നില്ലല്ലേ സാറേ? ഒരു അപേക്ഷ കൊടുത്താലും മതി. ചേച്ചി, ആ വീട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട എന്റെ സാറേ. മുടിയാനെ കൊണ്ടൊരു മൂപ്പിലാൻ. അയാള് ചെറിയ കുഴപ്പമാ. അവിടുത്തെ പെണ്ണുമ്പിള്ള ഒടുക്കളത്തെ ജാടയാ. പിന്നെ ദോഷം പറയരുതല്ലോ, അവിടുത്തെ സാറ് തങ്കപ്പെട്ടൊരു മനുഷ്യനാ. ചേച്ചി എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല ചേച്ചി, ഇത് ഫോസ്റ്റർ കെയർ, അതായത് പോറ്റി വളർത്തൽ. ഇപ്പൊ കുട്ടി നിൽക്കുന്ന വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അവരന്വേഷിക്കും. പിന്നെ ചേച്ചിയുടെ റെക്കമെൻഡ് അല്ലേ, എനിക്കറിയാം. അവിടുത്തെ അച്ഛനെങ്ങനെയുണ്ട്? ഇപ്പോൾ ഉടക്കാണോ സ്വപ്നം? മുടക്ക് തന്നെയാ. എന്നാ ശരി ചേച്ചി, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. വാ. പീക്കാച്ചു ടു പീക്കാച്ചു എത്ര സെന്റ് വസ്തുവാ സാറേ? അതിനിവിടെ ആരും വസ്തുവൊന്നും വിൽക്കാനില്ലല്ലോ. 11. അച്ഛാ, ഇവര് വനിതാ ശിശുവികസന ഒപ്പിന്നാ. ഞങ്ങൾ കുട്ടിക്ക് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് അന്വേഷിക്കാൻ വന്നതാ. കുട്ടിക്ക് വേണ്ടിയോ? അപ്പൊ ഇവനെ വരെ കൊണ്ടുപോവോ? മഹിക്ക് കൂട്ടിനൊരു അനുജത്തെ കൊടുക്കാൻ വന്നതാ ഞങ്ങൾ. ബേഷായി. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അത്യാവശ്യമാണ്. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6 രാവിലെ എന്താ കഴിച്ചത്? ഇഡലി. എത്രണ്ണം കഴിച്ച്? 3. ഇനി പകുതിയെ കിട്ടത്തോളൂ കേട്ടോ. ഓ, ഇനി അടുത്തത്. ഇനി പകുതി ആഹാരം അനിയത്തിക്കും കൊടുക്കണം. ഓക്കെ ആണോ? ഓക്കേ. സമ്മതിച്ചോ? പീക്കാച്ചു പീക്കാച്ചു പീക്കാച്ചു. എന്തു പറ്റി? എന്ത്? ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഉണ്ടോ? അത് നിനക്ക് തോന്നുന്നതാ. യോ, തർക്കിക്കാൻ ഞാനില്ല കേട്ടോ. അതെ. ആ, അതവിടെ നിക്കട്ടെ. എന്താ കാര്യം? ഒരു ചെറിയ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് കളിക്കാനാണെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരും. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ജ്യേഷ്ഠന്റെ വീടല്ലേ? ആ, പറയൂ സാർ. കുട്ടികൾ ഹാപ്പി അല്ലേ? അതെ സാർ, അവർ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. സാറ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നല്ലേ? അതെ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നാണ്. സന്തോഷമുണ്ട് സാർ. ഇങ്ങനെ ഒരു സംവിധാനം വഴി ഞാൻ കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ഞങ്ങൾക്കൊരു മകളെ തന്നതിന്. ഈ അനിൽകുമാർ താങ്കളുടെ ബന്ധുവാണോ? പുള്ളി ഞങ്ങളുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടെ അംഗൻവാടി ടീച്ചറാണ്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 5 വർഷം കഴിഞ്ഞായിരുന്നു സാർ. അവർക്ക് ഏകദേശം എത്ര വയസ്സുണ്ടാവും? രണ്ടുപേർക്കും 35 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അവരുടെ ചുറ്റുപാടൊക്കെ? നല്ല സാമ്പത്തിക ആരോഗ്യമുള്ളവരാണ് സാർ. സാർ, അവർക്ക് നിയമപരമായിട്ട് വേണ്ടുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കണം. ഓക്കെ, ചെയ്യാം. താങ്ക് യു സാർ. ഇതിന് വൈകാരികമായ തലമുണ്ട്. ഈ വൈകാരികമായ തലം എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? കുട്ടിയുമായുള്ള മാനസിക അടുപ്പം തന്നെയാണ്. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം മോളെയും കൂട്ടിയിട്ടാണ് പോകുന്നത്.
ഒരുപാട് പേര് വന്ന് അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ. അവരോട് ഞങ്ങൾ പറയാറുണ്ട് ഇത് ഫോസ്റ്റർ കുട്ടിയാണെന്ന്. ഇനിയും ഒരുപാട് അപേക്ഷകൾ വരും സാർ. ഒരുപാട് പേർക്ക് അച്ഛനമ്മമാരാകാൻ പറ്റും. ഈ സംവിധാനം ശക്തിപ്പെടട്ടെ. ഈ സംവിധാനം ഉറപ്പായും ശക്തിപ്പെടും സാർ. ഓക്കെ. ഓക്കെ സാർ, താങ്ക് യു. ഐശുവിന് ഇത് ആരൊക്കെയാണെന്നറിയാവോ? മഹി പറ. ഇത് അച്ഛൻ, ഇത് അമ്മ, ഇത് ഞാൻ, ഇത് ഐശു. ഇത് കൊള്ളാം. മഹി അച്ഛനടിക്കോ? പിന്നെ എന്നെ അടിച്ച അമ്മ അച്ഛനെ കൊല്ലും. ഉം. ഐശുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നോക്ക്, ഇതെന്തുവാ? ദേ ഇവിടെ. കണ്ണീർ കായലിലേതു കടലാസിന്റെ തോണി. എടി വിനീതേ, അവരുടെ ഒരു കലം. ഓ, ഈ നശിച്ച മനുഷ്യനെ കൊണ്ട് തോറ്റു. ഇന്നും കുടിച്ചിട്ടാ വന്നിരിക്കുന്നത്. അയ്യോ അയ്യോ, എന്നെ അടിക്കല്ലേ. അച്ഛാ, അടിക്കല്ലേ. അച്ഛാ, അമ്മ കാണുമ്പോൾ എന്നെ അടിക്കുന്നേ. അയ്യോ, ഓടിവായോ. എന്നെ അടിക്കല്ലേ. അയ്യോ, അമ്മ അടിക്കല്ലേ. അടിക്കല്ലേ. അയ്യോ, അച്ഛനൊന്നും ചെയ്യില്ല മനുഷ്യങ്ങള്. ഐശു, നീ എന്തിനാ കരയുന്ന? എന്നെ അച്ഛൻ അടിക്കാത്തോണ്ടാണോ? ഇനിയിപ്പോൾ വിഷമിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളുടെ വെള്ളമടിയാണ് ഇതിനെല്ലാം കാരണം. തൻ്റെ ഉപദ്രവം കാരണം തൻ്റെ പെണ്ണുപിള്ള എവിടെ ഇറങ്ങിപ്പോയി. അതുകൊണ്ടെന്താ, ആ കുട്ടികൾ അനാഥരായില്ലേ? അവരെ ഇപ്പം CWC ഏറ്റെടുത്തു. ഇനിയിപ്പോൾ അവരെ വേണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നടക്കാനാ? അതിനൊക്കെ ചില നിയമ നടപടികളില്ലേ? നമ്മളങ്ങനെ പറയരുത്. ഇന്നും രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കുടിക്കണമെന്ന് വിചാരിച്ചല്ല. കൂട്ടുകാരെ കൂടുമ്പോൾ കുടിച്ചു പോകുന്നതാ. എൻ്റെ ഈ നശിച്ച കുടി കാരണം എൻ്റെ ഭാര്യയും മക്കളും എനിക്ക് നഷ്ടമായി. കുടുംബം ഒന്നാണെന്ന് ഇപ്പോഴാണ് മെമ്പറെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് 3 ദിവസമായി മെമ്പറെ ഞാൻ കുടിച്ചിട്ട്. എന്നെക്കൊണ്ട് കുടിക്കാതിരിക്കാൻ സാധിക്കും മെമ്പറെ. ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല. മെമ്പർ എന്നെ സഹായിക്കണം. എനിക്ക് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് സുഖമായിട്ട് ജീവിക്കണം മെമ്പറെ. ഹലോ, ആ പറ. ആ ആ അതൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി വെക്കൂ. ആ ശരി. കുമാര, വിഷമിക്കാതിരിക്കുക. നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. അല്ല, മഹിമോന്റെ തൊപ്പി വെച്ച് അച്ഛനിത് എവിടെ പോയതാ? ഞാൻ ജംഗ്ഷൻ വരെ പോയി മുടി ഒന്ന് വെട്ടണമായിരുന്നു. പിള്ളേർക്ക് 2 ഐസ്ക്രീമും വാങ്ങിച്ചു. പിള്ളേരെന്തേ? രണ്ടാളോടെ റൂം വൃത്തിയാക്കുക. ഐഷു വന്നുകൂടി മഹിമോന്റെ സ്വഭാവം ആകെ മാറി. അച്ഛൻ ആ പറഞ്ഞത് ശരിയാ. ഫോൺ താഴെ വെക്കാത്തനിപ്പോ ഫോൺ വേണ്ട.
മൊത്തത്തിൽ ഒരടുക്കും ചിട്ടയും വന്നു. അവനിപ്പോൾ എന്നോടും വലിയ സ്നേഹത്തിലാ. ഐശു വന്നോടി മഹുമാന് മാത്രമല്ല മാറ്റം, മറ്റു ചിലർക്കും മാറ്റങ്ങളൊക്കെ ഉണ്ടേ. ആ ഇതൊരു താൽക്കാലിക സംവിധാനമാണ്. വെക്കേഷൻ ഫോസ്റ്റർ എന്നാണ് പറയുന്നത്. മെമ്പറെ, ആ കുഞ്ഞിന്ന് വലിയ സന്തോഷത്തിലാണ്. ജീവിതത്തിൽ അവർക്ക് ഇന്നുവരെ കിട്ടാത്ത വലിയ സന്തോഷവും സമാധാനവും ഒക്കെ ഇന്ന് കിട്ടുന്നുണ്ട്. അവർ പൊന്നുപോലാണ് കുഞ്ഞിനെ നോക്കുന്നത്. ഈ സംവിധാനം വഴി നിരവധിയായിട്ടുള്ള കുട്ടികളെയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അവരെല്ലാം, ആ കുട്ടികളെല്ലാം വലിയ സന്തോഷത്തിലാണ്. അറിയാം സർ. ജന്മം കൊടുക്കാൻ ആർക്കും പറ്റും, അതിന് വലിയ പരിശീലനമൊന്നും വേണ്ട. പക്ഷേ കുട്ടികളെ നല്ല രീതിയിൽ നോക്കാൻ നല്ല അനുഭവവും പരിശീലനവും ഒക്കെ വേണം. പിന്നെ ഇദ്ദേഹത്തിന്റെ കാര്യം മെമ്പർ നോക്കിയാൽ മതി. നന്നായി ജീവിക്കുകയാണെങ്കിൽ ഭാര്യയും കൂട്ടി വരട്ടെ, അന്നേരം നോക്കാം. സ്വപ്നേ, ഇന്ന് കാക്കമല്ലെന്ന് പറക്കും. ഇവിടെ പതിവില്ലാത്ത പലതും നടക്കുന്നുണ്ട്. മഹി മോനെ, നീ എന്തിനാ കരയുന്നത്? എന്തു പറ്റിടാ? നാളെ ഐശു പോവാ, അതിന്റെ വിഷമം എന്റെ മോന്. ഇത്രയും വിഷമിച്ച് എന്റെ മോനെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അമ്മേ, അമ്മ ഐശുവിനെ വിടണ്ട, ഐശുവിനെ വിടണ്ട. അമ്മേ, ഓ ഞാൻ ഒരു കാര്യം പറഞ്ഞ അമ്മ ദേഷ്യപ്പെടുവോ? ഇല്ല, മോൻ പറ. മഹിയുടെ വീട്ടിലെ ഐശു ഇല്ലേ, അതുപോലത്തെ ഒരു അനീതിയെ എനിക്കും വേണം. ആ, നമുക്ക് നോക്കാം. മോനിപ്പോ പോയി കിടന്ന് ഉറങ്ങും. ഐശു പോണ്ടെന്ന് പറയാമ്മ, പോണ്ടെന്ന് പറ. ഐശു പോണ്ടെന്ന് പറയാമ്മ. ഐശു, സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കൈയകലങ്ങളിൽ നിറയെ കുട്ടികളുണ്ട്. നമുക്കവരെ ചേർത്തു നിർത്താം.